നിസാർ കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ സമൂസ. അതിനായി എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചെമ്മീൻ നല്ലവണ്ണം കഴുകി ക്ലീനാക്കി എടുത്തതാ ട്ടാ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ചെമ്മീൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഫ്രൈ ആക്കി എടുക്കണ്ട. ഇത് നല്ലവണ്ണം ഇളക്കി അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സബോള പൊടിയായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യുക. ചെമ്മീൻ്റെ മിക്സിൽ ഓൾറെഡി ഉപ്പിട്ടതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. സബോള സോഫ്റ്റ് ആവാനായി 2 മിനിറ്റ് മൂടി വയ്ക്കുക. ഇപ്പോൾ അതേ സബോളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും മല്ലിയില പൊടിയായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല കൂടി വീണ്ടും ആഡ് ചെയ്യാം. ഇതിലത്തെ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വയ്ക്കുക. ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മൈദ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഇതുപോലെ അത് സമൂസയുടെ സൈഡ് ഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലീഫിൻ്റെ ഒരു സമൂസയുടെ ലീഫ് എടുക്കുക, ഇതേപോലെ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ്റെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലും ഫില്ലിങ് വെച്ച് ഇതേപോലെ ചെയ്തെടുക്കുക. നല്ല രുചിയുള്ള സമൂസയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുക. 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ള മിക്സും ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ എല്ലാ മിക്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഉണ്ടാക്കി വെച്ച സമൂസ ഇതേപോലെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം കളർ ചേഞ്ചായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ ഭാഗം ഒരു ബ്രൗൺ കളറാവുമ്പോൾ കോരിയെടുക്കുക. നല്ല ക്രിസ്പി ടൈപ്പ് ചെമ്മീൻ സമൂസയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബാക്കിയുള്ള മിക്സും ബാക്കിയുള്ള സമൂസയും ഇതേപോലെ പൊരിച്ചെടുക്കുക. അപ്പം ഞാൻ എല്ലാ സമൂസയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഒരു സമൂസയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.